ലയൺസ് ക്ലബ് ഓഫ് കോതമംഗലം ഈസ്റ്റിൻ്റെ പ്രസിഡന്റ് ഇന്നത്തെ ഇത് മീറ്റിംഗ് കൺട്രോൾ ചെയ്യുന്ന ലയൺ ലൈജോ ഫിലിപ്പ്, ഡിസ്ട്രിക്ട് ക്യാബിനറ്റ് സെക്രട്ടറി എഞ്ചിനീയർ ജോർജ് സാജു, റീജിയൻ ചെയർപേഴ്സൺ ലയൺ കെ സി മാത്യൂസ്, ഡയാലിസിസിൻ്റെ ഡിസ്ട്രിക്ട് സെക്രട്ടറി ലയൺ കെ പി പീറ്റർ, ബ്ലഡ് ഡൊണേഷൻ്റെ ഡിസ്ട്രിക്ട് സെക്രട്ടറി ലയൺ സിജോ ജേക്കബ്, സെക്രട്ടറി ലയൺ ഗിരീഷ് കുമാർ, ട്രഷറർ ലയൺ ടോണി മാത്യു, മൈ ഡിയർ ഫെലോ ലയൺസ്, ലയണസസ്, ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ആദ്യമായിട്ട് എൽദോസ് ഐസക്കിനോട് വളരെ നന്ദി അറിയിക്കുക. ഞാൻ വളരെ ബ്രീഫായിട്ട് അതിൻ്റെ ജീവചരിത്രം മുഴുവൻ ഇവിടെ പുള്ളി പറഞ്ഞു. അതുകൊണ്ട് ലയൺ എൽദോസ് ഐസക്, താങ്ക് യു വെരി മച്ച്. കാണുന്നില്ല ഇവിടെ നിന്ന്. എൽദോസ് ഐസക് ഇവിടെ ഉണ്ടോ? ബാക്കിലുണ്ട്. ഓക്കെ, ഭയങ്കര ലൈറ്റ് അടിക്കുന്നുണ്ട്, കാണുന്നില്ല അവിടെ. എനിക്കൊരു അറിയാം, വലിയൊരു നീണ്ട പ്രസംഗത്തിന് ഇവിടെ ഒരു പ്രസക്തിയില്ല. എല്ലാവരും ഇവിടെ സെലിബ്രേഷന് വേണ്ടിയാണ് കൂടിയിരിക്കുന്നത്. ലയൺ ജോർജ് സാർജു എന്നെ പിക്ക് ചെയ്യാൻ വന്നപ്പോൾ ഒരു റിസോർട്ടിലാണ് നമ്മൾ ഇന്നത്തെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞപ്പോൾ ഞാനും ഇങ്ങോട്ട് ഹാപ്പി ആയിട്ട് റിസോർട്ട് എന്ന് പറഞ്ഞിങ്ങനെ ഹാപ്പി ആയിട്ട് വരുമ്പോൾ എത്താറായപ്പോൾ പതുക്കെ വിജനമായിട്ടുള്ള സ്ഥലം കണ്ടു, ചുറ്റുപാടും കാടും കണ്ടപ്പോൾ ചെറിയൊരു പേടി തോന്നി. അതിനിടയ്ക്ക് ജോർജ് സാർജു പറഞ്ഞു, സാറേ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ആന ഇറങ്ങാറുണ്ടെന്നൊക്കെ. അതും കൂടി കേട്ടപ്പോൾ വളരെ വയറ്റിൻ്റെ അകത്തൊക്കെ എന്തൊക്കെയോ പുറകുറന്നൊക്കെ എന്തൊക്കെയോ വരുന്നുണ്ട്. പക്ഷേ അകത്ത് കയറി വന്നപ്പോൾ നല്ല റിസോർട്ട്, നല്ല അറ്റൻഡൻസ്. ഏറ്റവും ഇഷ്ടപ്പെട്ടത് ലേഡീസിൻ്റെ, നല്ല ലാർജ് ലേഡീസിൻ്റെ പ്രസൻസ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഒരു ക്ലബിൽ ഹെൽത്തി ആണോ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ലേഡീസിൻ്റെ പ്രസൻസാണ് എപ്പോഴും ഇമ്പോർട്ടൻറ്റ്. ലേഡീസ് കൂടുതലുണ്ടോ, അത് ക്ലബ്ബ് ഹെൽത്തി ആണ്. ഇത് പ്രത്യേകം ഞാൻ ലേഡീസിനോട് നന്ദി പറയാം, നിങ്ങളുടെ എല്ലാവരുടെയും പ്രസൻസ്. വേറൊരു കാര്യം, പ്രസിഡന്റ് ലയൺ ലൈജു ഫിലിപ്പ്, ഞാൻ താഴെ ഇരുന്ന് വാച്ച് ചെയ്യായിരുന്നു. പുള്ളി ഓരോരുത്തർ ഡയസിൽ വിളിച്ചപ്പോൾ വളരെ 6 വയസ്സ് പ്രായമുള്ള ഒരു ക്ലബിൻ്റെ പ്രസിഡൻ്റാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. വളരെ മെച്യൂർഡായിട്ടാണ് പുള്ളി ഓരോരുത്തരെ സീറ്റിൽ ഇരിക്കാൻ പറഞ്ഞതും ആ ഒരു സീറ്റ് അലോട്ട് ചെയ്തതൊക്കെ. പുള്ളി വളരെ ഏറ്റവും പ്രായമുള്ള ക്ലബ്ബിൽ പോലും പോയാൽ ചിലപ്പോൾ തെറ്റിക്കുന്നുണ്ട് ആൾക്കാർ. ചീഫ് ഗസ്റ്റ് ഇരിക്കുന്ന സ്ഥലത്ത് അവിടുത്തെ ട്രഷറർ, അങ്ങനെ ഒരു കൺഫ്യൂഷൻ. പക്ഷെ അതിൽ സമ്മതിച്ചു ഞാൻ. ആക്ച്വലി പ്രസിഡന്റ് ലൈജു, I congratulate you for that excellent maturity you have shown. ഗിരീഷ് കുമാർ, നല്ലൊരു റിപ്പോർട്ടാണ്. ശരിക്കും പറഞ്ഞാൽ ഇത്രയും പേര് ഉള്ള ക്ലബിൽ ഇപ്പം എത്രയും മെമ്പർഷിപ്പ്? 32 ഉള്ള മെമ്പർഷിപ്പിൽ ഇത്രയും നമ്പർ ഓഫ് ആക്ടിവിറ്റീസ് ചെയ്യാൻ പോകുന്നത് ഭയങ്കര അതിശയമാണ് സത്യം പറയുകയാണെങ്കിൽ. അതിന് ഞാൻ പ്രസിഡന്റിനും ട്രഷറർക്കും സെക്രട്ടറിക്കും എല്ലാ മെമ്പേഴ്സിനെയും ഞാൻ അഭിനന്ദിക്കുകയാണ്. പ്ലീസ് എല്ലാവരും കൂടി ഒന്ന് കൈയടിക്കാം. മൈ ഡിയർ ഫെലോ ലയൺസ് ആൻഡ് ലയണസസ്, ഇന്ന് ഞാനൊരു പകരക്കാരനാണ്. പ്രസിഡന്റ്, ഗവർണർ വരേണ്ട മീറ്റിംഗ് ആണ്. ഗവർണർ വരുന്നു. ഗവർണറിൻ്റെ വിസിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു പോംപൻ ഷോ നടത്തുന്ന ഒരു പ്രോഗ്രാമാണ്. എല്ലാവരും ആകാംക്ഷയോടെ വളരെ പ്ലാനിങ്ങോടെ വെയിറ്റ് ചെയ്യുന്ന ഒരു മീറ്റിംഗ് ആണ് ഡിസ്ട്രിക്ട് ഗവർണർ വിസിറ്റ്. പക്ഷെ എന്തോ നിർഭാഗ്യവശാൽ പുള്ളി കാലിക്കറ്റ് ചെന്നപ്പോൾ പുള്ളിക്ക് ഒരു ചെറിയ അസ്വസ്ഥത വന്നു. ഹോസ്പിറ്റലൈസ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ ഡോക്ടർ കുറച്ച് ദിവസം റെസ്റ്റ് വേണം, അധികം ഓടണ്ട, അധികം സംസാരിക്കണ്ട, അധികം സ്ട്രെയിൻ ചെയ്യണ്ട, കണ്ണിനും മനസ്സിനും നല്ല റെസ്റ്റ് വേണമെന്ന് പറഞ്ഞതുകൊണ്ടാണ്. അങ്ങനെ ജോർജ് സാർജു വന്ന് പറഞ്ഞു, ഞാൻ വന്ന് പിക്ക് ചെയ്യാൻ സാർ കോതമംഗലം ഈസ്റ്റിലേക്ക് പോവാം എന്ന് പറഞ്ഞു. അതുകൊണ്ട് അങ്ങനെ ഒരു പകരക്കാരനായിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. യെസ്, പകരക്കാരൻ ആണോ എന്ന് പറയാൻ മതിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ അതേ നിവൃത്തിയുള്ളൂ. അതുകൊണ്ട് ഏതായാലും 2001 ഗവർണറായാണ് ഞാൻ. 24 വർഷം കഴിഞ്ഞു. ഇപ്പോഴും ഇങ്ങനെ ആക്റ്റീവായിട്ട് നിൽപ്പുണ്ട്. ഈ ക്ലബിൽ ആദ്യമായിട്ടാണ് വരുന്നത്. അതുകൊണ്ട് നിങ്ങളെല്ലാവരെയും കാണാനും ഈ ക്രിസ്മസ് ന്യൂ ഇയർ സെലിബ്രേഷൻ നിങ്ങളുടെ കൂടെ പങ്കെടുക്കാനൊക്കെ നമുക്ക് സാധിച്ചു. പ്രസിഡന്റ് പുള്ളിയുടെ സ്പീച്ചിൽ പറഞ്ഞു, ചേഞ്ച് നമുക്ക് ചേഞ്ച് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ പറയുകയാണെങ്കിൽ
ഞാനൊരു ചേഞ്ച് ചെയ്തൊരു മനുഷ്യനാണ്. ഞാനൊരു ബാക്ക് ബെഞ്ചറായിരുന്നു, ഒരു ഇൻട്രോവേർട്ടായിരുന്നു. ബാക്ക് ബെഞ്ചിൽ നിന്ന് ഒരിക്കലും ഒരു 5 പേര് കൂടി നിന്ന ആൾക്കാരെ അഭിസംബോധന ചെയ്യാൻ പേടിയുള്ള മനുഷ്യനായിരുന്നു ഞാൻ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 1981 ഞാൻ ലയൺസ് ക്ലബ് ഓഫ് കൊച്ചിനിൽ ജോയിൻ ചെയ്യുന്നത്. ഞാൻ 1981 കൊച്ചിൻ്റെ ഫസ്റ്റ് ക്ലബ് ഇൻ ദ ഡിസ്ട്രിക്റ്റിൽ ജോയിൻ ചെയ്തു. അന്നും ചേരുമ്പോൾ ലയണിസം എന്താണെന്നോ ലയൺസ് ക്ലബ് എന്താണെന്നോ ലയൺസിൻ്റെ പ്രവർത്തനം എന്താണെന്നോ ഒന്നും അറിയാത്തൊരു മനുഷ്യനായിരുന്നു ഞാൻ. പക്ഷെ എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ കിട്ടി. ഈ ക്ലബിൽ മെമ്പർഷിപ്പ് എടുത്തതിന് ശേഷം എന്നിലുണ്ടായ ചേഞ്ചസ് ഭയങ്കരമായിരുന്നു. ഞാനുണ്ടാക്കിയ ചേഞ്ചസ് അല്ല, ലയണിസം എന്നിൽ വരുത്തിയ ചേഞ്ചസാണ്. ഞാൻ ബാക്ക് ബെഞ്ചിൽ നിന്ന് കയറി പോഡിയത്തിലേക്ക് വന്നു. അവസാനം ഗവർണറായി. 3000 പേര് അഡ്രസ്സ് ചെയ്യാനുള്ള ശേഷിയും കൽപ്പന എല്ലാം ഉണ്ടായ അത് ഒരു ചേഞ്ചാണ് എനിക്ക് ലയൺസിൽ ഉണ്ടായത്. ഞാനിത് പറയാൻ കാരണം എന്താ വെച്ചാൽ, ഇവിടെ പലവരും ഞാൻ ലയൺസ് ക്ലബിൽ ചേർന്നിട്ട് എന്ത് ചെയ്യാനാണ്, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, എന്നിൽ എന്ത് മാറ്റം വരുത്താൻ പറ്റും, ഒരു സംശയമില്ല. ഞാനൊരു എക്സാമ്പിളാണ് നിങ്ങളുടെ മുമ്പിൽ. ഞാൻ പറഞ്ഞതിൽ 5 പേര് കൂടി നിന്ന ആൾക്കാരെ അഭിസംബോധന ചെയ്യാൻ പേടിയുള്ളൊരു മനുഷ്യനെയാണ് ലയണിസം മാറ്റി 3000 പേര് അഡ്രസ്സ് ചെയ്യാനായിട്ട് 2001 അഡ്രസ്സ് ചെയ്യാനുള്ള ആ ധൈര്യം തന്നത്. അത് ലയണിസം ഒരുപാട് നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്താം, ഒരുപാട് മാറ്റം വരുത്താം. എന്ന് 2 എക്സാമ്പിൾ പറഞ്ഞ് ഞാൻ നീണ്ട പ്രസംഗത്തിന് പോകുന്നില്ല. ബിക്കോസ് ഇന്ന് എല്ലാവരും സെലിബ്രേഷൻ മോഡിലാണ്. ഞാനായിട്ട് രസക്കൊല്ലിയായിട്ട് നിൽക്കാൻ തീരെ താല്പര്യമില്ല. 1-2 എൻ്റെ എക്സ്പീരിയൻസ് എന്താണ് ലയണിസം കൊണ്ട് എന്നിലുണ്ടായ ചേഞ്ചസ്. ഞാൻ പറഞ്ഞു ഒരു കാര്യം, ഞാൻ പറഞ്ഞു ലീഡർഷിപ്പിൽ എനിക്ക് ഒരുപാട് വ്യത്യാസം വന്നു. ബാക്ക് ബെഞ്ചിൽ നിന്ന് എന്നെ വിളിച്ച് ഡയസിലിരുത്തി, പിന്നെ ഗവർണർ വരെ ആക്കി. രണ്ടാമത്തത്, ഈ ലയണിസം എന്താണ് ചെയ്യുന്നതെന്നുള്ള പല പ്രാവശ്യം ഞാൻ ആലോചിച്ചിട്ടുണ്ട്. എന്താണ് ഈ ചെയ്യുന്നത്? ഇപ്പോഴല്ല, ഞാൻ ചേർന്ന ഉടനെ 1981 ചേർന്ന ഉടനെ ഞാൻ എന്താണ് ഈ ലയണിസം ചെയ്യുന്നത്? ഒന്നുമില്ലല്ലോ. കുറേ പേരിങ്ങനെ സംസാരിക്കുന്നു, കൂടുന്നു, അത് കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കുന്നു, കുറേ ഫെലിസിറ്റേഷൻ പറയുന്നു, കുറച്ച് സ്പീച്ച് പറയുന്നു. ഇതാണോ ലയണിസം എന്ന് ഞാൻ വിചാരിച്ചതാണ്. പക്ഷേ ഞാൻ സോൺ ചെയർമാൻ ആയിരുന്നു 93-94. അന്ന് സോൺ ചെയർമാൻ ആയിരിക്കുമ്പോൾ ഞാൻ ബാങ്കിൻ്റെ വാല്യൂറാണ്. ബാങ്ക് അന്ന് ING വൈശ്യായിരുന്നു, ഇപ്പോൾ കോട്ടക് മഹീന്ദ്രയായി. അവരുടെ വാല്യൂറായിരുന്നു ഞാൻ. അപ്പോൾ പുള്ളി അവിടുത്തെ മാനേജർ വിളിച്ച് പറഞ്ഞു, സർ, യു ആർ എൻ ആർക്കിടെക്ട് ആൻഡ് എ മെമ്പർ ഓഫ് ലയൺസ് ക്ലബ്. വി വാണ്ട് എ ഫേവർ ഫ്രം യു. ഇയാളൊരു ആന്ധ്രാക്കാരനായിരുന്നു. അപ്പോൾ എന്താ വേണമെന്ന് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു, ഞങ്ങൾ ഹെഡ് ഓഫീസിൽ നിന്ന് ഒരു 10 യൂത്ത്സിന്, അൺഎംപ്ലോയിഡ് യൂത്ത്സിന് 20,000 രൂപ, ഞാൻ പറയുന്നത് 93-94 കാര്യമാണ്, ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് 20,000 രൂപ ലോൺ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സാറ് നമ്മളെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. ഞങ്ങൾ അത് തുടങ്ങിക്കഴിഞ്ഞാൽ അത് പ്രശ്നത്തിൽ അവസാനിക്കും. അതുകൊണ്ടൊരു സർവീസ് ഓർഗനൈസേഷനിൽ ഒരു മെമ്പർ ആയതുകൊണ്ട് സാറിൻ്റെ ഹെൽപ്പ് നമുക്ക് വേണം. ഞാൻ പറഞ്ഞു ചെയ്യാം, ഷുവറായിട്ടെന്ന് പറഞ്ഞ് ഞാൻ കുറേ ആപ്ലിക്കേഷൻസ് വിളിച്ചു. ഒരു 100 ആപ്ലിക്കേഷൻ കിട്ടി. അതിൽ നിന്ന് ഞങ്ങൾ ഒരുപാട് സെലക്ട് ചെയ്തിട്ട് വളരെ സ്ക്രൂട്ടനൈസ് ചെയ്ത് സെലക്ട് ചെയ്ത് 20 ആക്കി കുറച്ചു. 20 പേർക്ക് 20,000 രൂപ വെച്ച് അന്ന് ലോൺ കൊടുത്തു. ബാങ്ക്, ഞാനല്ല, ING വൈശ്യ ബാങ്കാണ് കൊടുത്തത്. ആ ലോൺ എന്ന് പറഞ്ഞ് കൊടുത്തതെന്തിനാന്ന് വെച്ചാൽ അവർക്കൊരു ഒരു കോൺഫിഡൻസ് വരുത്താനും ഒരു സീരിയസ്നെസ് വരുത്താനും. ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ ഒരു സീരിയസ്നെസ് വേണമല്ലോ. വെറുതെ കിട്ടിയ പൈസയല്ലേ, എന്തെങ്കിലുമൊക്കെ ചിലവാക്കാം, അങ്ങനത്തെ ഒരു ഇൻറ്റൻഷൻ വരാതിരിക്കാനായിട്ട്. അതുകൊണ്ടാണ് അവർ ബാങ്കിൽ നിന്ന് ലോൺ, അത് തിരിച്ച് കിട്ടുമെന്ന് അവർക്ക് തീരെ പ്രതീക്ഷയില്ല. എന്നാലും ഒരു സീരിയസ്നെസ് വരട്ടെ എന്ന് വിചാരിച്ചിട്ട് കൊടുത്തതാണ് 20,000 രൂപ. അത് കൊടുത്തു. ആ ഫംഗ്ഷൻ ഗ്രാൻഡായിട്ട് ഞാൻ സോൺ ചെയർമാൻ ആയപ്പോൾ 93-94 നടത്തി. ഭയങ്കര ഗ്യാതറിങ് ആയിരുന്നു. 20 പേർ വന്ന് ലോൺ മേടിച്ച് പോയി. അത് ഞങ്ങൾ മറന്നു. അതിൻ്റെ ഒരു 5-6 വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു ദിവസം ബ്രോഡ്വേ കൂടി നടന്നു പോകുമ്പോൾ ഒരാൾ എൻ്റെ അടുത്ത് വന്ന്, സർ, യു നോ മീ സർ. ഞാൻ സുഹൃത്തെ, എനിക്ക് ഓർമ്മയില്ല, ഞാൻ കണ്ടതായിട്ട് എനിക്ക് പെട്ടെന്ന് ഓർമ്മയില്ല എന്ന് പറഞ്ഞു. സർ, ബിക്കോസ് ഓഫ് യു ഐ ആം ഇൻ ദിസ് പൊസിഷൻ സർ. ഞാൻ എന്ത് ചെയ്തു? എന്താണ് ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ, സർ, യു ഗേവ് മീ 20,000 rupees 7 years ബാക്ക്. ഞാനല്ല കൊടുത്തത്, ബാങ്ക്. ഐ വാസ് എ മീഡിയേറ്റർ. ബാങ്കിൽ നിന്ന് 20,000 രൂപ മേടിച്ച ആൾക്ക് കൊടുത്തു.
ഐ വാസ് എ മീഡിയേറ്റർ ഓൺലി. എൻ്റെ പോക്കറ്റിൽ നിന്ന് ഒരു പൈസ ആ മീറ്റിംഗ് എക്സ്പെൻസ് മാത്രമേ എൻ്റെ പോക്കറ്റിൽ നിന്ന് പോയിട്ടുള്ളൂ. Because of you, sir, I am in this position. I have a family. I have big house. I am big industrialist now. So thank you, sir. Thank you for your nice gesture. Because of you only I am in this position. See, ഇതാണ് സുഹൃത്തുക്കളെ ഞാൻ പറയുന്നത്. നമ്മൾ കയ്യിൽ നിന്ന് പൈസ ചിലവാക്കണമെന്നൊന്നുമില്ല. മീഡിയേറ്റർ ആയാലും നിങ്ങൾക്ക് നല്ല സർവീസ് പ്രോജക്ട്സ് തുടങ്ങാം. ഇതൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അലയൻസ് മെമ്പർഷിപ്പ് ഇതൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ശരിക്കും പറയുകയാണെങ്കിൽ ഓപ്പർച്യൂണിറ്റിയാണ്. ഈ ലീഡർഷിപ്പ് ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ, ധൈര്യം വരുത്താൻ, നിങ്ങളുടെ കഴിവുകൾ പ്രവർത്തിക്കാൻ, കാണിക്കാൻ, ഇതൊക്കെ ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ഇത്രയും പേര് മെമ്പർഷിപ്പിന് ഒരു സുഹൃത്ത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു പേഴ്സണൽ ഒരു പാർട്ടി നടത്തുകയാണെങ്കിൽ എത്ര ചിലവ് നടത്തും വേണ്ടി വരും? അതൊന്നും ഇല്ലാതെ സ്വന്തം പൈസ മാത്രം കോൺട്രിബ്യൂട്ട് ചെയ്ത്, പക്ഷേ ഇൻ്റർനാഷണൽ ഡ്യൂസ് അടക്കണം, ഡിസ്ട്രിക്ട് ഡ്യൂസ് അടക്കണം. ബിക്കോസ് അവരായിട്ട് അഫിലിയേഷൻ വേണമെന്നുണ്ടെങ്കിൽ ഡിസ്ട്രിക്ട് ഡ്യൂസ്, ഇൻ്റർനാഷണൽ ഡ്യൂസ് അടക്കണം. അതല്ലാതെ നിങ്ങളുടെ കോൺട്രിബ്യൂഷൻ മാത്രം കൊടുത്ത് ഇത്രയും പേരുടെ ഫ്രണ്ട്ഷിപ്പ് എൻജോയ് ചെയ്യുന്നില്ലേ? അത് വലിയ കാര്യമല്ലേ? അപ്പോൾ ലയൺസ് ക്ലബ്ബിൽ മെമ്പർഷിപ്പിന് ഭയങ്കര വാല്യൂ ഉണ്ട്. അതിനൊരു ഒരു സീരിയസ് ആയിട്ട് എടുക്കേണ്ട ഒരു കാര്യമാണ്. ഒറ്റ കാര്യമേ ഉള്ളൂ, നമ്മളിപ്പോൾ മീറ്റിംഗ് കഴിഞ്ഞ് ഇറങ്ങിപ്പോകുമ്പോൾ പലവരും നമ്മളെ വാച്ച് ചെയ്യുന്നുണ്ട്. ഈ ലയൺസ് എന്ന് പറഞ്ഞിട്ട് എന്താണ് ഇവർ ചെയ്യണമെന്നുള്ളത് ആ ഒരു ബോധം നമുക്ക് വേണം. സീരിയസ് ആയിട്ട് വളരെ കാമായിട്ട് നമ്മൾ ആ ഡിഗ്നിറ്റി കീപ്പ് ചെയ്തിട്ട് വേണം നമ്മളിവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ. അലമ്പ് ഉണ്ടാക്കാൻ പാടില്ല എന്ന് വരുന്നു. അലമ്പ് ഉണ്ടാക്കുമെന്നല്ല ഞാൻ പറഞ്ഞത്, ആൾക്കാർ നമ്മൾ വാച്ച് ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം നിങ്ങളോട് പറയാനുള്ള സുഹൃത്തുക്കളെ, എന്നെ ഏറ്റവും മനസ്സിൽ തട്ടിയ ഒരു സംഭവം, മനസ്സിൽ തട്ടിയെന്ന് പറഞ്ഞാൽ ഞാൻ അന്ന് മുതൽ തീരുമാനിച്ചു ലയൺസിന് വേണ്ടി ഞാൻ എന്തും ചെയ്യും എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് ഞാൻ എത്തി. ഞാൻ 2 വീട് പണിത് കൊടുത്തിട്ടുണ്ട്, സ്വന്തം എൻ്റെ കയ്യിൽ നിന്ന് ചിലവാക്കിയിട്ട് 6 കല്യാണം നടത്തിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് എഡ്യൂക്കേഷണൽ അസിസ്റ്റൻസ് കൊടുത്തിട്ടുണ്ട്. അത് എനിക്ക് പൊങ്ങച്ചം പറയില്ല, എനിക്ക് ലയൺസത്തിനോട് അത്രത്തോളം ഒരു പ്രേമം തോന്നി എന്ന് പറയാം, സ്നേഹം തോന്നി എന്ന് പറയാം. ലയൺസ് അത്രയും, അല്ലെങ്കിൽ ആലോചിച്ച് നോക്ക്, 1917 കയ്യിലെണ്ണാവുന്ന ആൾക്കാർ വെച്ച് തുടങ്ങിയ പ്രസ്ഥാനം ഇന്ന് ഇത്രയും വലുതായി. എങ്ങനെ വലുതായി? സർവീസ് ഓർഗനൈസേഷൻ, സർവീസ് നടത്തുന്നതുകൊണ്ട്, ഈ സ്നേഹം പങ്കെടുക്കുന്നതുകൊണ്ട്, ലീഡർഷിപ്പ് ക്വാളിറ്റി ഇൻക്രീസ് ചെയ്യുന്നതുകൊണ്ട്. ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്താം. എൻ്റെ ഒരു അനുഭവം ഇപ്പോഴും എൻ്റെ മനസ്സിലതുണ്ട്. 2000 ഞാൻ വൈസ് ഗവർണറായി. യുനാനിമസ് ആയിരുന്നു, ആരും എഗൻസ്റ്റ് ഇല്ലായിരുന്നു. യുനാനിമസ്. അന്ന് വൈസ് ഗവർണർ ഡിസ്ട്രിക്റ്റ് എന്ന് പറഞ്ഞാൽ കറുകുറ്റി തൊട്ട് പാറശാല വരെ ഒറ്റ ഡിസ്ട്രിക്റ്റാണ്. ഇത് പറഞ്ഞപ്പോഴേക്കും എൻ്റെ ലോസ് ആഞ്ചലസ് ഇന്ത്യാനാപോളിസിൽ വെച്ചായിരുന്നു എൻ്റെ ഇൻസ്റ്റലേഷൻ 2001. ഞാൻ ഇൻസ്റ്റലേഷന് ചെന്നപ്പോൾ അവിടെ ഗവർണേഴ്സ് ട്രെയിനിങ് പ്രോഗ്രാം ഉണ്ട്. അപ്പോൾ എൻ്റെ കൂടെ കിട്ടിയത് എനിക്ക് കാനഡയിലെ ഗവർണേഴ്സാണ്. മിക്സ് ചെയ്തിട്ടാണ് അവരിടുന്നത്, ഇന്ത്യൻസും കാനഡയും അങ്ങനെ മിക്സ് ചെയ്തിട്ടായിടുന്നത്. ഇംഗ്ലീഷ് സ്പീക്കിംഗ് ആയിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ബാക്കി കുറേ ഇംഗ്ലീഷ് സ്പീക്കിംഗ് അല്ലാത്തവർ വേറെ ഗ്രൂപ്പായിരിക്കും. അപ്പം ഞങ്ങൾക്ക് ഇന്ത്യക്കാരെ കുറച്ച് പേര് കിട്ടിയത് കാനേഡിയൻ ഗവർണേഴ്സിനാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ എൻ്റെ കൂടെ ഒരു കാനേഡിയൻ ഗവർണർ ഇരിക്കുക. കണ്ടാൽ ഭയങ്കര ഹാൻസം, ഭയങ്കര ടോൾ. അത് കണ്ടാൽ ഞാനൊക്കെ ഒന്നും ഇല്ലാത്ത പോലെ ഇങ്ങനെ അടുത്തിരിക്കുക. ഞാൻ ഭയങ്കര ഹാൻസം കാണാനും, ഭയങ്കര ടോൾ, ഭയങ്കര ഫെയർ. അപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് പതുക്കെ ഇങ്ങനെ ഞങ്ങൾ ഭയങ്കര കമ്പനിയായി. പിന്നെ ഞാൻ ചോദിച്ചു, സർ ഹൗ ലാർജ് ഈസ് യുവർ ഡിസ്ട്രിക്ട് ചോദിച്ചു. ഞാൻ പറഞ്ഞു മൈൻ ഈസ് വെരി സ്മോൾ ഡിസ്ട്രിക്ട്. അന്ന് എൻ്റെ ഡിസ്ട്രിക്റ്റിൽ 170 ക്ലബ്ബുണ്ട്. ഞാൻ വെരി സ്മോൾ ഡിസ്ട്രിക്ട്. ഹൗ മെനി ക്ലബ്സ് യു ഹാവ് എന്ന് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു, മൈൻ ഈസ് എ വെരി, പുള്ളാണ് അവരുടെ സ്റ്റൈലുണ്ടല്ലോ, വെരി ലാർജ് ഡിസ്ട്രിക്ട്, വി ഹാവ് 24 ക്ലബ്സ്. അപ്പോൾ ഞാൻ ഒന്നും മിണ്ടിയില്ല. ഞാൻ പറഞ്ഞിട്ട് അയാൾ തലകറക്കി വീഴണ്ടെന്ന് വിചാരിച്ച് ഞാൻ ഒന്നും മിണ്ടിയില്ല. ഹൗ മെനി ക്ലബ്സ് യു ഹാവ്? ഞാൻ 165. 165? You have only 365 days. How you can manage 165? I'm just sharing എൻ്റെ ഒരു എക്സ്പീരിയൻസ്. രണ്ടാമത്തെ എക്സ്പീരിയൻസ്, എൻ്റെ മനസ്സിൽ തട്ടിയ എക്സ്പീരിയൻസ് കൂടി ഞാൻ പറഞ്ഞു നിർത്താം. ഞാൻ വൈസ് ഗവർണറായി. എൻ്റെ ലയൺസ് ക്ലബ് ഓഫ് കൊച്ചിൻ, എൻ്റെ ഹോം ക്ലബ്ബ്, ഫോർട്ട് കൊച്ചിയിലൊരു കോർപ്പറേഷൻ നടത്തുന്ന ഒരു ഓൾഡ് ഏജ് ഹോമുണ്ട്. ഞാൻ പറയുന്നത് മനസ്സിലാക്കണം, കോർപ്പറേഷൻ നടത്തുന്ന ഒരു ഓൾഡ് ഏജ് ഹോം. അവിടെ 10-45 ഓൾഡ് ആൾക്കാരുണ്ടായിരുന്നു, ഓൾഡ് ഏജുള്ള ആൾക്കാർ. അവിടെ ബ്ലാങ്കറ്റ്, കുറേ പാത്രങ്ങൾ, കുറേ ഐറ്റംസ്. നമ്മുടെ പ്രസിഡൻ്റ് ആവാൻ പോണ ആദ്യത്തെ പ്രോജക്റ്റ്
ഇൻസ്റ്റലേഷൻ പ്രോജക്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു 10 അന്ന് ഭയങ്കര എമൗണ്ടിൻ്റെ കുറേ സാധനങ്ങൾ, ബ്ലാങ്കറ്റ്സ് മറ്റേത് മറിച്ചൊക്കെ ഒരുപാട് സാധനങ്ങൾ എടുത്ത് കൊണ്ടുവരാമെന്ന് പറഞ്ഞ് പുള്ളി പോയി. പക്ഷേ ഞാൻ ഈ വെന്യൂവിൽ നേരത്തെ എത്തി നോക്കിയപ്പോഴത്തേക്കും ഈ അമ്മച്ചിമാരും എല്ലാവരും പ്രായമുള്ള ആൾക്കാരും ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം ഞാനിങ്ങനെ നോക്കിയപ്പോൾ ഇവരുടെ മുഖത്തൊരു ഭാവം, ഇവരെന്താണ് ഈ ലയൺസ് എന്ന് പറഞ്ഞ് എന്താണ് ഈ ചെയ്യാൻ പോകണമെന്ന് ഒരു അതിശയം പോലെ ഇങ്ങനെ നോക്കിയിരിക്കുക. അപ്പം ഞാനതൊന്ന് മൊണോട്ടണി ബ്രേക്ക് ചെയ്യാനായിട്ട് ഞാൻ പതുക്കെ ഓഡിയൻസിൻ്റെ കൂട്ടത്തിൽ ഇറങ്ങിപ്പോയി. നോക്കിയപ്പോഴത്തേക്കും ഒരു അമ്മച്ചി, പ്രായമുള്ളൊരു അമ്മച്ചി, പക്ഷെ നല്ല വെളുത്ത ആ ക്രിസ്ത്യൻസ് ഇടുന്ന ആ ഡ്രസ്സ് ഇട്ടിട്ടുണ്ട്. അപ്പം കണ്ടാൽ തന്നെ അറിയാം അമ്മച്ചി നല്ലൊരു ഫാമിലിയിൽ നിന്നാണ്. അപ്പം ഞാൻ പതുക്കെ അമ്മച്ചിയുടെ അടുത്ത് ചെന്ന് ഇരുന്നിട്ട് അമ്മച്ചിയുടെ കൈ നോക്കിയപ്പോൾ കംപ്ലീറ്റ് ചുളിവാണ്. അപ്പോൾ ഏകദേശം ഒരു 80-85 വയസ്സുണ്ടാവും. ഞാൻ അമ്മച്ചിയുടെ കയ്യിലിങ്ങനെ പിടിച്ചിട്ട് ചോദിച്ചു, അമ്മച്ചി എന്താ വിശേഷം എന്ന് ചോദിച്ചു. അമ്മച്ചി ഒറ്റ കരച്ചിൽ. ഞാൻ പേടിച്ചു പോയി. ഞാൻ കയ്യിൽ പിടിച്ചത് കൊണ്ടാണോ എന്താണെന്ന് മനസ്സിലായില്ല. ഞാൻ പറഞ്ഞു, അമ്മച്ചി ഞാൻ ഇല്ല മോനെ. അപ്പോൾ എൻ്റെ കൈ പിടിച്ച് പിന്നെയും അമ്മച്ചിയുടെ കയ്യിലിങ്ങനെ വെച്ചിട്ട് പറഞ്ഞു, ഒന്നുമില്ല മോനെ, എന്നെ അമ്മച്ചിന്ന് വിളിച്ചപ്പോൾ കുറേ നാൾക്ക് ശേഷമാണ് ഞാൻ അമ്മച്ചി എന്നൊരു വാക്ക് കേൾക്കുന്നത്. അതിൻ്റെ സന്തോഷത്തിൽ കരഞ്ഞു പോയതാണ്. മോനൊന്നും വിചാരിക്കരുത്, കുറേ നാളായി. അപ്പോൾ ഞാൻ ചോദിച്ചു, അമ്മച്ചിക്ക് മക്കളാരും ഇല്ലേ ചോദിച്ചു. ഉണ്ട് മക്കൾ, എനിക്കുണ്ട്, 2 ആൺമക്കളുണ്ട്. ഞാൻ ഭയങ്കര ഭാഗ്യവതിയാണ്. പിന്നെയും പറയുന്നുണ്ട് അമ്മച്ചി ഞാൻ ഭാഗ്യവതിയാണ്. ഞാൻ പറഞ്ഞ ഭാഗ്യവതി, 2 ആൺമക്കളാണ്, 2 പേരും അമേരിക്കയിലാണ് മക്കളെ. അപ്പം ഞാൻ പറഞ്ഞു, അമ്മച്ചി അവർക്ക് സമയമില്ലല്ലോ, അവരവർ ഭയങ്കര ബിസിയാണ്, അവർക്ക് സമയമില്ല നോക്കാനായിട്ട് അമ്മച്ചി, എന്നെ നോക്കാനായിട്ട്. പിന്നെ ഞാൻ ഒറ്റയ്ക്ക് എങ്ങനെ വലിയ വീട്ടിൽ ജീവിക്കും? അതുകൊണ്ട് ഞാൻ ഈ കോർപ്പറേഷൻ്റെ ഇവിടെ വന്ന് താമസിക്കുക. ബാക്കിയുള്ളവരെ കണ്ടാൽ നമുക്ക് ശരിക്കും അറപ്പ് തോന്നും. അത്രത്തോളം മോശമുള്ള ആ അറ്റ്മോസ്ഫിയറിലാണ് ഈ അമ്മച്ചി വന്ന് താമസിക്കുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു, അമ്മച്ചി അപ്പം മക്കളൊന്നും വരാറില്ലേ? വരാറുണ്ട് മോനെ, വരാൻ സമയമില്ല അവർക്ക്, വല്ലപ്പോഴൊക്കെ വരുള്ളൂ. പക്ഷെ അവരെല്ലാവരും എഴുത്തെഴുതും, എല്ലാ മാസം എഴുത്തെഴുതുമ്പോൾ ആദ്യത്തെ പാരഗ്രാഫ് അവൻ ഓഫീസിൽ നേടിയ വലിയ വലിയ കാര്യങ്ങൾ, അവൻ ആദ്യത്തെ പാരഗ്രാഫ്. 2ാമത്തെ പാരഗ്രാഫ് അവൻ്റെ ഭാര്യ, എൻ്റെ മരുമോളെ നേടിയ വലിയ വലിയ കാര്യങ്ങൾ. 3ാമത്തെ പാരഗ്രാഫ് അവൻ്റെ മക്കൾ നേടിയ വലിയ വലിയ കാര്യങ്ങൾ. 4ാമത്തെ പാരഗ്രാഫ് അമ്മച്ചിക്ക് സുഖം തന്നെ എന്ന് വിശ്വസിക്കുന്നു. ഇത് മാത്രമാണ് മോളെ എനിക്ക് കിട്ടുന്ന അമ്മച്ചി എന്നുള്ളൊരു ലെറ്ററിൽ കൂടി. പക്ഷെ മോനെന്നെ അമ്മച്ചി എന്ന് വിളിച്ചപ്പോൾ ശരിക്കും എനിക്ക് സങ്കടം തോന്നി, ഒരു ഭയങ്കര സന്തോഷം കൊണ്ട് ഞാൻ കരഞ്ഞതാണ്. ഹിയർ എഗെയിൻ ഞാൻ പറയാണ് മക്കളെ, ലയൺ സുഹൃത്തുക്കളെ, ഞാൻ ഒറ്റ പൈസ ചിലവാക്കിയിട്ടില്ല. ഞാൻ അമ്മച്ചിയുടെ കൂടെ ഇരുന്ന് 10 മിനിറ്റ് അമ്മച്ചിയോട് സംസാരിച്ചു, അമ്മച്ചിയുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചു മനസ്സിലാക്കി, അമ്മച്ചി എന്ന് വിളിച്ചു. ഒരു അമ്മച്ചി എന്നൊരു ഒറ്റ വാക്കിൽ ആ അമ്മച്ചിക്ക് ഇത്രത്തോളം എന്നോട് സ്നേഹം തോന്നി. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ലയൺസിന് ചെയ്യാൻ പറ്റും. അത് ഈ ക്ലബിലെ എല്ലാ മെമ്പേഴ്സിനോടും എനിക്കൊരു റിക്വസ്റ്റാണ്, അത് ചെയ്യണം. അന്നാണ് എൻ്റെ ഹൃദയത്തിൽ തട്ടിയ ആ സംഭവം എൻ്റെ ജീവിതം തന്നെ മാറ്റിമറിച്ചു. എവിടെയൊക്കെ എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും അവിടെയൊക്കെ ഞാൻ ഹെൽപ്പ് ചെയ്യാൻ തുടങ്ങി. എന്തിനൊക്കെ ഒരു വർഷത്തെ ഒരു ചെലവ്, ദൈവം നമ്മൾ ഇത്രയും സഹായിക്കുന്നില്ലേ, എങ്ങനെ നമ്മൾ ദൈവത്തോട് നന്ദി പറയാം? ഇങ്ങനെയൊക്കെയല്ലേ പറ്റുള്ളൂ. അത് ചെയ്യണം. നമ്മൾ എൻജോയ്മെൻറ്റ് മാത്രം പാടില്ല, എൻജോയ്മെൻറ്റ് വേണം, ലീഡർഷിപ്പ് ക്വാളിറ്റി ഇൻക്രീസ് ചെയ്യണം, മീറ്റിംഗ് കൂടണം, അടിപൊളി മീറ്റിംഗ് നടത്തണം, എല്ലാം വേണം. അതിൻ്റെ കൂട്ടത്തിൽ സർവീസും കൂടി നമ്മുടെ ഇമ്പോർട്ടൻറ്റ്, വി സെർവ് എന്നുള്ള ആ മോട്ടോ മറക്കരുത്. സുഹൃത്തുക്കളെ, ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ പറയാൻ തുടങ്ങിയാൽ എനിക്ക് കുറേ അനുഭവങ്ങളുണ്ട്. അതുകൊണ്ട് ഞാൻ ലയൺസിൽ ഇതെല്ലാവരും എന്നോട് ചോദിക്കൊണ്ട് 24 വർഷമായില്ലേ ഗവർണർഷിപ്പ് കഴിഞ്ഞിട്ട്, ഇനി വെറുതെ വീട്ടിലിരുന്നൂടെ? മുടിയൊക്കെ നരച്ചല്ലോ, എന്നിട്ടും വീട്ടിലിരുന്നൂടെ? പക്ഷേ ഞാൻ ഇങ്ങനെയൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നാലല്ലേ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഞാൻ കൊച്ചിയിലിരുന്ന് നടക്കുമോ? അതുകൊണ്ടാണ് ഇപ്പോഴും ഞാൻ ലയണിസത്തിൽ ആക്റ്റീവായിട്ടിരിക്കുന്നത്. വളരെ സന്തോഷത്തോടെ എൻ്റെ കൂടെ പറയാം, നമ്മുടെ പ്രസിഡന്റിൻ്റെ അമ്മച്ചി ഞങ്ങളുടെ എല്ലാ പരിപാടികളിലും പങ്കെടുക്കുന്നുണ്ട്. വെരി ഗുഡ്. 2 അമ്മച്ചിമാരൂടെ ഉണ്ട്. ഞാൻ എൻ്റെ അനുഭവം പറഞ്ഞത് എല്ലാ അമ്മച്ചിമാരും, അതുപോലെ അമ്മച്ചി ഭാഗ്യമുള്ള അമ്മച്ചിയെപ്പോൾ ഗവൺമെൻറ് പ്രസിഡന്റ് വിളിച്ച് ഇവിടെ ഇരുത്തിയില്ലേ, അത് തന്നെ വലിയ കാര്യം. അതുകൊണ്ട് എനിക്ക് കൺക്ലൂഡ് ചെയ്യാണ് ഞാൻ നിങ്ങളെല്ലാവരോടും പറയുക, ഞാനൊരു പകരക്കാരനായിട്ട് വന്നെങ്കിലും പക്ഷേ എനിക്ക് മനസ്സിൽ ഒരു പകരക്കാരനായിട്ട് തോന്നിയില്ല. കാരണം എന്ന് വെച്ചാൽ രാജൻ എൻ്റെ കൊച്ചനിയൻ, അല്ലെങ്കിൽ എൻ്റെ മൂത്ത മോളുടെ പ്രായമേ ഉണ്ടാവുള്ളൂ. എൻ്റെ മൂത്ത മോൾ US-ലാണ്, സാൻ ഫ്രാൻസിസ്കോയിലാണ്. അത്രയും പ്രായം ഉണ്ടാവുള്ളൂ. രാജൻ ഭാഗ്യം ചെയ്തവനാണ്.
രാജൻ നമ്പൂരി, നമ്മുടെ ഡിസ്ട്രിക്ട് ഗവർണർ. ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു ഡിസ്ട്രിക്ട് ഗവർണർ കിട്ടിയതിലൊരു ഭാഗ്യമാണ് സത്യം പറയുകയാണെങ്കിൽ. എന്തോരം പ്രോജക്ട്സ് ആ പുള്ളിയുടെ ഇതിൽ. എടുത്തു പറയാനുള്ള ഹങ്കർ പ്രോജക്റ്റ്. പുള്ളി വെറുതെ ഹോട്ടലിൽ നിന്ന് മേടിച്ച് ഫുഡ് കൊണ്ട് കൊടുക്കലല്ല, പുള്ളി അതിനു വേണ്ടി ഒരു കിച്ചൺ പണിതു. നമ്മുടെ ലയൺസ് ഹോസ്പിറ്റലിൽ കിച്ചൺ പണിതിട്ട് അവിടെ അത്രയും ഹൈജീനിക്കായിട്ട് ചെയ്ത ഫുഡ്സാണ് അവൾ സെർവ് ചെയ്യുന്നത് ഫ്രീ ആയിട്ട്. അതുപോലെ കെയർഫുള്ളായിട്ടാണ് പുള്ളി ഡിസൈനിങ്. പിന്നെ ഡയബറ്റീസ്, ഇപ്പോൾ നമ്മുടെ പീറ്ററേട്ടൻ്റെ ഡയാലിസിസിൻ്റെ നമ്മുടെ ലയൺസ് ഹോസ്പിറ്റലിൽ ഒരു ഫ്ലോർ വെറുതെ കിടക്കുക, അവിടെ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് ഒരു ഡയാലിസിസ് സെൻറ്റർ. ഫ്രീ ഡയാലിസിസ് മെഷീൻ കുറേ പേര് തരാമെന്ന് പറഞ്ഞു നമ്മുടെ ഈ പ്രവർത്തനം കണ്ടിട്ട്. അപ്പോൾ പീറ്ററേട്ടനാണ് അത് ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ പീറ്ററേട്ടൻ അത് ഡയാലിസിസ് സെൻറ്ററിൻ്റെ ആ ഒരു ചുക്കാൻ പിടിച്ച് നല്ലൊരു ഡയാലിസിസ് സെൻറ്റർ തന്നെ നമ്മുടെ നമ്മുടെ ലയൺസ് ഹോസ്പിറ്റലിൽ ഉണ്ടാവും. പീറ്ററേട്ടോ പ്ലീസ്. അത് പിന്നെ ആർട്ടിഫിഷ്യൽ ലിംബ്. കുറച്ച് നാൾ മുമ്പ് ഞാനൊരു ആർട്ടിഫിഷ്യൽ ലിംബിൻ്റെ ഇനോഗ്രേഷന് പോയിരുന്നു. ഇവിടെ 150 പ്ലാൻ ചെയ്തത്. 101 പേർക്ക് ആർട്ടിഫിഷ്യൽ ലിംബ് കൊടുക്കേണ്ടി വന്നു. അത്രത്തോളം ആവശ്യമുണ്ടായിരുന്നു. അങ്ങനെ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്ന രാജൻ നമ്പൂരി. ഏറ്റവും സത്യം പറയുകയാണ്, ഈ ജോർജ് സാജു ഇരിപ്പൊന്നുമില്ല, അതൊരു പ്രസ്ഥാനമാണ് ജോർജ് സാജു. ഭയങ്കര പുള്ളി രാജൻ നമ്പൂരിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ഭാഗ്യമാണെന്ന് ഞാൻ പറയാറുണ്ട്. ജോർജ് സാജു വളരെ മെറ്റിക്കുലസ് ആണ്. അതുപോലത്തെ പ്രവർത്തനമാണ് ജോയിൻറ്റ് ലയൺ ജോർജ് സാജു ചെയ്യുന്നത്. എനിക്ക് ഒറ്റ റിക്വസ്റ്റേ ഉള്ളൂ, ജോർജ് സാജു, ഇനി താങ്കളും ഇതുപോലെ ഒരു ഗവർണർഷിപ്പിലേക്ക് വരണം. ഞാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തെളിഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഗവർണർ ആവും കേട്ടോ. എൻ്റെ കരുനാക്ക, അതുകൊണ്ടാണ് പറയുന്നത്. യെസ്, ഞാൻ അധികം നീട്ടുന്നില്ല. ഇത്രയും എല്ലാവരും പേഷ്യൻ്റോടെ കേട്ടുനിൽക്കുന്നതിലും ഇനി ഒരുപാട് അനുഭവങ്ങൾ നിങ്ങൾക്ക് ഓരോരുത്തരും ഒരു ലയണിസത്തിന് നിങ്ങളെല്ലാവരും സ്നേഹിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. എനിക്ക് ലയൺസ് എന്താണെന്നറിയാതെ ഞാൻ 1981 വന്നതാണ്. പക്ഷെ എത്രത്തോളം ഞാൻ സ്നേഹിച്ചു തുടങ്ങി. എല്ലാവർക്കും പുതുവത്സര ബിലേറ്റഡ് ക്രിസ്മസ് വിഷസും ബിലേറ്റഡ് ന്യൂ ഇയർ വിഷസും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.